ഒരു വൈകുന്നേരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ ഒരു വീട്ടിലെ ആ ഒരു വൃദ്ധൻ ഉറക്കെ ഉറക്കെ നിലവിളിക്കുമായിരുന്നു. അവർക്ക് വിശക്കുന്നുണ്ടാവും, അവർക്ക് ശർക്കര ചോറ് നൽകൂ, അവരുടെ മുറിയിൽ നിലവിളക്ക് കത്തിക്കൂ, അവർക്ക് ചന്ദനത്തിരിയുടെ സുഗന്ധം നൽകൂ എന്ന് പറഞ്ഞായിരുന്നു ആ ഒരു വൃദ്ധൻ കരഞ്ഞിരുന്നത്. എന്നാൽ കഥകൾ അന്വേഷിച്ചു ചെന്നപ്പോൾ ആ വൃദ്ധൻ ഒരു മന്ത്രവാദിയായിരുന്നു. അതും ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച് അദ്ദേഹം ചെയ്തിരുന്നത് ദുർമന്ത്രവാദമായിരുന്നു. എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞു തന്ന ഈ ഒരു കഥ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു കഥ തന്നെയായിരുന്നു. അവരുടെ വീടിന് പുറകിലുള്ള എറയപ്പുറം എന്ന് പറഞ്ഞ ഒരു സ്ഥലം, വടക്കേ ഭാഗത്ത് ഒരു മുറിയുണ്ട്. ആ മുറിയിൽ അവരുടെ ആ ഒരു പിതാവ് സൂക്ഷിച്ചിരുന്നത് കുറുക്കന്മാരെയായിരുന്നു. കുറുക്കന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ആരാധിച്ചിരുന്ന ഒരു പൈശാചിക ശക്തിയായിരുന്നു. കൂടോത്രം ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്നും പുറം നാടുകളിൽ നിന്നും ഈ ഒരു വൃദ്ധനെ തിരഞ്ഞ് ഒരുപാട് പേർ വരുമായിരുന്നു. കാര്യസാധ്യത്തിന് വേണ്ടി ആ കുറുക്കന്മാർക്ക് ബലി നൽകുമായിരുന്നു. അത് മാത്രമല്ല, ആ ഒരു വീട്ടിൽ എന്ത് വിശേഷം നടക്കുകയാണെങ്കിലും ആദ്യം ഈ കുറുക്കന്മാർക്ക് വെച്ചു കൊടുത്തതിന് ശേഷമേ ആ വീട്ടിൽ ആരും തന്നെ ഇത് കഴിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം പിന്നീട് മരണശയ്യയിലാവുകയും എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം നിലയ്ക്കണമെങ്കിൽ ഈ കുറുക്കന്മാരെ ആരെങ്കിലും ഏറ്റെടുക്കണമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് വാക്ക് തർക്കത്തിനൊടുവിൽ അവരുടെ കുടുംബത്തിൽ നിന്നും ആ കുറുക്കന്മാരെ ഒരാൾ ഏറ്റെടുത്തു. അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടോ അല്ലെങ്കിൽ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നും ഈ ഒരു കുറുക്കന്മാർ ആരാണെന്നും ഈ കുറുക്കന്മാരെ ആരാണ് ഏറ്റെടുത്തതെന്നും ഞാൻ വിശദമായി എൻ്റെ മരിച്ചിട്ടും കാത്തിരിക്കുന്നവർ എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വലിയ കഥയായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടതിന് ശേഷം ഈ ഒരു വ്യത്യസ്ത കഥയുടെ അഭിപ്രായം അവിടെ തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.